കേരളത്തിൽ 14 ജില്ലകളിലും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കിണർ വെള്ളത്തിലും വാട്ടർ ടാങ്കുകളിലും വരെ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ വലിയൊരു വിപത്താകും ഉണ്ടാകുന്നതെന്നും ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതേസമയം ആരോഗ്യ തദ്ദേശ വകുപ്പുകളുടെ ഏകോപനം പൂർണ്ണമാകാത്തതിനാൽ പൊതുകിണറുകളും ജലാശയങ്ങളും ഇപ്പോഴും മലിനമായി തുടരുകയാണ്. കുളങ്ങളിലും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലും മുങ്ങിക്കുളിച്ചവർക്കും നീന്തൽ പഠിച്ചവർക്കുമായിരുന്നു ആദ്യഘട്ടത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായതെങ്കിൽ സ്ഥിതി മാറി. വീടുകളിലെ കിണറുകളിലും പൊതുകിണറുകളും വാട്ടർ ടാങ്കുകളിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒരു ജില്ലയിലെന്നല്ല, കേരളത്തിലുടനീളം ഈ അമീബയുടെ സാന്നിധ്യമുണ്ട്. അപകടകരമാം വിധം ഇത്തരം വെള്ളം മൂക്കിലും ചെവിയിലും കയറുന്ന സ്ഥിതി ഉണ്ടായാൽ രോഗത്തിലേക്കുള്ള യാത്ര തുടങ്ങും. അതായത് ജാഗ്രത കുറവുണ്ടായാൽ ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഗുരുതര രോഗം പിടിപെടാം. നമുക്കറിയാം, നമ്മുടെ പൈപ്പുകളിലും നമ്മുടെ കുളങ്ങളിലും കിണറുകളിലും വാട്ടർ ടാങ്കുകളിലും എല്ലാം തന്നെ ഈ അമീബകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പരിസ്ഥിതിയിലുള്ള നോർമലായിട്ട് കാണപ്പെടുന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ മൂക്കിലേക്ക് വെള്ളം കടത്തിവിടുന്ന വ്യക്തിയുടെ കേസിൽ ആ സമയത്ത് അമീബ ധാരാളം ആ വെള്ളത്തിലുണ്ടെങ്കിൽ വളരെ എളുപ്പം ഈ അമീബയ്ക്ക് മൂക്കിന്റെ ഭിത്തിയിലുള്ള അസ്ഥി തുളച്ച് തലച്ചോറിനുള്ളിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രധാനമായും മൂക്കിനുള്ളിലേക്ക് ഡീപ്പ് ഇൻസൈഡ് ദ നോസ് വെള്ളം കടത്തിവിടാതിരിക്കുക. ഇനി അഥവാ അങ്ങനെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ സ്ട്രിക്റ്റ് സൂപ്പർവിഷനിൽ മാത്രം ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. ഒരു സാധാരണക്കാരൻ യാതൊരു കാരണവശാലും മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം കടത്തിവിടാതിരിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ നല്ലത്. കൃത്യമായ ഇടവേളകളിൽ കിണറുകൾ ശുചിയാക്കണം. കിണറുകളും ശൗചാലയങ്ങളും അടുത്തടുത്ത് വരുന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ചും. പൊതുകിണറുകളും വാട്ടർ ടാങ്കുകളും ഇത്തരത്തിൽ ശുചിയാക്കിയേ മതിയാകൂ. നീന്തൽ പഠിപ്പിക്കുന്ന ജലാശയങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ ഇവയൊക്കെ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കണം. കേരളത്തിൽ രോഗപകർച്ചയ്ക്ക് വേഗം കൂടുന്നുണ്ടെന്ന് തെളിയിക്കുന്ന കണക്കുകളാണുള്ളത്. കഴിഞ്ഞ വർഷമാകെ 39 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെങ്കിൽ ഈ വർഷം 9 മാസമാകുമ്പോഴേക്കും 50-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് മരണനിരക്ക് വളരെ കൂടുതലാണ്. കേരളത്തിൽ മരണനിരക്ക് കുറയ്ക്കാനായിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണെങ്കിലും രോഗികളുടെ എണ്ണം കൂടുന്നത് ആശങ്കാജനകമാണ്. എന്നാൽ ഇതുവരെയും കിണറുകളും പൊതുജലാശയങ്ങളും വൃത്തിയാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കടന്നിട്ടില്ല. വ്യാപകമായ തരത്തിൽ ക്ലോറിനേഷൻ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധിക ഫണ്ട് വേണ്ടിവരും. ഈ ഫണ്ട് ലഭിക്കാത്തതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിൽ നിന്ന് പിന്മാറി നിൽക്കാൻ കാരണം. വ്യക്തി പരിസര ശുചിത്വത്തിലുണ്ടായ ജാഗ്രത കുറവാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കേരളത്തെ നയിച്ചത്. ഇനി സർക്കാർ, തദ്ദേശ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോരുത്തരും ശുചിത്വം പാലിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാകും. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.